ഹലോ ഗായ്സ്, ദിസ് ഇസ് അഫ്സൽ അലൈൻ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇവിടെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളൊരു ഫോളോവറിന് നമ്മളെ വീഡിയോ കണ്ടിട്ട് ബെൽജിയത്തിലൊരു ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് അത് 2.5 ലക്ഷം രൂപ സാലറി വരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക് തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. നമ്മൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റി, അതിന് നമുക്ക് സന്തോഷമുണ്ട്. പക്ഷേ പകുതി വീഡിയോസിൽ നമ്മൾ ചെയ്യുമ്പോഴും ആരും അങ്ങനെ അപ്ലിക്കേഷൻ കൊടുക്കാറുണ്ടാവില്ല. അത് കണ്ട് അങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്യാറ്. ഇദ്ദേഹം അവിടെ നല്ലൊരു CV അതുപോലെ തന്നെ ഒരു കവർ ലെറ്ററും ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഈ ഒരു വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്തു. അവർ കോൺടാക്ട് ചെയ്തു, ഇൻ്റർവ്യൂ എടുത്തു. 3 ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. 3 ഇൻ്റർവ്യൂവിലും പാസ്സായി. വളരെ സിമ്പിളായിട്ടുള്ള ഇൻ്റർവ്യൂകളായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് പാസ്സായി. അദ്ദേഹത്തിന് ഇപ്പോൾ ജോലി കിട്ടി, അതിൻ്റെ ഓഫർ ലെറ്റർ വന്നു. ഇനി അതിൻ്റെ ചെറിയ കുറച്ച് കാര്യങ്ങൾ ഒരു ഉണ്ട്, എഗ്രിമെൻ്റ് എഴുതാനുണ്ട്. അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് ഒരു ജോലി കിട്ടി, അതിൽ നമുക്ക് സന്തോഷം. അത് നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തത് കേരളത്തിലുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ഏജൻസിയായ ഒഡേപെക് എന്ന് പറഞ്ഞിട്ടുള്ള ഏജൻസിയിലാണ്. അതിൽ ഒരുപാട് വേക്കൻസികൾ എപ്പോഴും വരാറുണ്ട്. അത് ഇങ്ങോട്ട് യൂറോപ്പിക്ക് മാത്രമല്ല, ജപ്പാനിലേക്കും അതുപോലെ സൗദി, UAE അങ്ങനെ ഓരോ സ്ഥലത്തേക്കും അതിൽ ഒരുപാട് വേക്കൻസികൾ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാനൊരു നേഴ്സിങ്ങിൻ്റെ ഒരു വേക്കൻസി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ വരെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പോയവരും അതുപോലെ അതുവഴി കിട്ടിയവർക്കൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്രയും നല്ലൊരു ഏജൻസിയാണ്, അതിൽ കിട്ടുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ പോയിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു എമൗണ്ട് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് നല്ലൊരു CV ഉണ്ടാക്കിയിട്ട് അതിൽ അപ്ലിക്കേഷൻ കൊടുത്താൽ മാത്രം മതി. അതിൽ വേക്കൻസി വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. അതിൽ വേക്കൻസി വരുമ്പോൾ അപ്പം നമുക്ക് കൊടുക്കുകയും ചെയ്യാം, അതല്ലെങ്കിൽ അതിൽ കൊടുത്തിടുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അത് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്തായി. അതിന് വേണ്ടത് നല്ലൊരു CV ആണ്. CV കവർ ലെറ്ററും. അത് ടൈലർ മെയ്ഡ് ആയിരിക്കണം. അതല്ലാതെ ഒരു റെഡിമെയ്ഡ് സാധനം ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും ജോലി വന്നു കഴിഞ്ഞാൽ അപ്പം അതങ്ങ് വീശി കൊടുക്കുന്ന പരിപാടിയാണെങ്കിൽ നമുക്കൊരിക്കലും ആ ജോബിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നല്ലൊരു ടൈലർ മെയ്ഡ് CV ഉണ്ടാക്കണം. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ ഉള്ളത് വരും വീഡിയോസിൽ പറഞ്ഞുതരാം. കവർ ലെറ്റർ അതുപോലെയൊക്കെ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് വരാൻ പോകുന്നത് UK വിസ വരുന്നുണ്ട്. UK വിസ നമ്മൾ പൊതുവെ ഷോർട്സുകളാണ് ഇടാറ്. UK വിസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എങ്ങനെ അപ്ലിക്കേഷൻ കൊടുക്കാമെന്ന് പറയാറില്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോസുകൾ നമുക്ക് ഇനി വരും വീഡിയോസുകളിൽ പ്രതീക്ഷിക്കാം. ഈ വീക്ക് തന്നെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാം. പിന്നെ പറയാനുള്ളത്, നമ്മളെപ്പോഴും ഈ യൂറോപ്പിലേക്കൊക്കെ നോക്കുമ്പോൾ ഒരു സ്കിൽഡ് കാറ്റഗറിയിലാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വെബ്സൈറ്റുകൾ കിട്ടും. അതിൽ അപ്ലിക്കേഷൻ കൊടുക്കുക, കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. ഓരോ രാജ്യത്തും ഏതെല്ലാം വേക്കൻസികളുണ്ട്, ഏതെല്ലാം കമ്പനികൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്, എവിടെയാണ് എന്തിനാണ് സ്കോപ്പ് എന്ന് നോക്കിയതിന് ശേഷം ആ നാട്ടിലുള്ള കമ്പനികളൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അവരെ മെയിൽ ID എടുത്തതിന് ശേഷം നമ്മൾ ആ കമ്പനികളിലേക്കൊക്കെ CV അയച്ചു കൊടുക്കുക. ലിങ്ക്ഡിൻ പോലെയുള്ള സ്ഥലത്ത് നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം. അതുപോലെ ഈ വെബ്സൈറ്റുകൾ ഉണ്ടെങ്കിൽ അതിലും കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പിന്നെ ഈ ഒരു കമ്പനിയിലൊക്കെ പറഞ്ഞാൽ ഒരു 12 അല്ലെങ്കിൽ 15, 20 വേക്കൻസി, ചിലപ്പോൾ 5 വേക്കൻസി ഒക്കെ ഉണ്ടാവുള്ളൂ. അതിലേക്ക് അത്രയും CVകൾ വരും. അതിന് നമ്മളെ ചൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ സംതിങ് ഡിഫറെൻ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മളെ CV കാണുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ഇംപ്രഷൻ വരണം. അതുകൊണ്ട് തന്നെ നമ്മൾ CV ഒക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ കവർ ലെറ്റർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ടൈലർ മെയ്ഡ്, ഏത് വേക്കൻസിയാണോ ആ വേക്കൻസിക്ക് പറ്റിയ രീതിയിലുള്ള CV വേണം ഉണ്ടാക്കാൻ. അതല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും റീച്ച് ചെയ്യാൻ പറ്റില്ല. ചില ടൈമിൽ നമുക്ക് എത്ര നല്ല CV കിട്ടിയാലും അവിടെ എത്തൂല. കാരണം അവർക്ക് വേണ്ടത് 5 പേരാണെങ്കിൽ കുറച്ച് ആളായി കഴിഞ്ഞാൽ അവരത് സ്റ്റോപ്പ് ചെയ്യും, പിന്നെ നോക്കാൻ പോകുന്നില്ല. പക്ഷേ പൊതുവെ ഈ യൂറോപ്യൻ കമ്പനികളിലൊക്കെ മെയിൽ അയച്ചു കഴിഞ്ഞാൽ അവർ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അവർ പറ്റൂലെങ്കിൽ പറ്റൂല, റിജക്റ്റഡ് എന്ന് പറയും. ഇപ്പോൾ പറ്റൂല, അതല്ലെങ്കിൽ അറിയിക്കാം എന്ന് പറയുന്ന ആൾക്കാരാണ്. നമ്മുടെ നാട്ടിലാണ്. ഇവിടെ മെയിൽ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ പകുതി നമുക്ക് റെസ്പോണ്ട് കിട്ടാറുണ്ട്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഇതുപോലുള്ള വീഡിയോസുകൾ ഉണ്ടാവും. ഇതെങ്ങനെ കിട്ടി, എങ്ങനെ കൊടുത്തു എന്നുള്ളത് ഞാനൊരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അതിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അതിൽ വല്ല വേക്കൻസിക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അപ്ലിക്കേഷൻ കൊടുത്തിടുക. നിങ്ങളിത് നല്ലൊരു സ്കിൽഡ് ആയിട്ടില്ല, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ അതിൽ വേക്കൻസി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് കൊടുത്തിടാൻ പറ്റും. നിങ്ങൾക്ക് പുതിയ വേക്കൻസികൾ വരുമ്പോൾ നിങ്ങളെ ഡിഗ്രി ആയിട്ട് ആപ്റ്റ് ആയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഒരു ചതി അങ്ങനെയുള്ള ഒന്നും ഉണ്ടാവില്ല. കാരണം കേരള ഗവൺമെൻറ്റിൻ്റെ ഓതറൈസ്ഡ് ആണിത്, അവർ വെരിഫൈ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നും പേടിക്കണ്ട. നിങ്ങൾക്ക് കമ്പനി ഡയറക്റ്റ് ആയിരിക്കും ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ എടുക്കുക. അവർ ഓഫർ ലെറ്റർ തന്ന് അങ്ങനെയൊക്കെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ഇവർക്ക് കിട്ടിയത്, ഏത് വെബ്സൈറ്റ് ആണെന്നുള്ളതും അതേപോലെ തന്നെ ഇതിൻ്റെ ഓഫർ ലെറ്റർ കൊടുത്തതും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ടും അതുപോലെ അത് കൊടുത്ത ഭാഗമൊക്കെ ആയിട്ടൊരു സ്ക്രീൻ റെക്കോർഡൊക്കെ ഞാൻ ഇതിൻ്റെ ഒപ്പം വെക്കാം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടും നമ്മളെ വീഡിയോസും കാണുന്നതിന് വേണ്ടിയിട്ടും നമ്മളെ ഇൻസ്റ്റ
ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായിട്ട് വരുന്നവരേക്കും ബൈ. ഇതാണ് ഒഡാപെക്കിൻ്റെ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അപ്ലൈ നോ എന്നുണ്ടാവും. ബ്രൗസ് ഓൾ എന്ന് അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വാക്കൻസി ഉള്ള എല്ലാ ലിസ്റ്റ് ചെയ്തും കണ്ട് വെച്ചിട്ടുണ്ടാവും. അതിൽ നമ്മൾ അപ്ലൈ നോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ഇൻ്റർഫേസിലേക്കാണ് പോവുക. അവിടെ നമുക്ക് പിന്നെ അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഏത് ജോലിയാണെങ്കിൽ അതിലേക്ക് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിൽ നമുക്ക് അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ. പിന്നെ ഇന്ന് ഈ വെബ്സൈറ്റ് ടെമ്പററി ഒരു ചെറിയൊരു മെയിൻ്റെനൻസ് പ്രോബ്ലം കാരണം ഇത് ക്ലോസ്ഡ് ആണ്. ഇന്ന് പിന്നെ ഈ ഒരു ഡേറ്റിൽ 1-2 ദിവസം കഴിയുമ്പോഴേക്കും അത് ക്ലിയർ ചെയ്തുകൊണ്ട് ഈ വെബ്സൈറ്റ് ഓപ്പൺ ആവും. ഇപ്പോൾ ഇതിലേക്ക് CV നമുക്ക് മെയിൽ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവരെ മെയിൽ ID യിലോട്ട് നമ്മൾ CVയും കവർ ലെറ്ററും മെയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും അവർ റെസ്പോണ്ട് ചെയ്യും.